ഹലോ മച്ചാമരെ, തമ്മലയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായിട്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. സെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുക. ജീപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫുൾ ബോക്സിലാണ് വരിക. പിന്നെ പാർട്സൊക്കെ വേറെ വേറെ വരിക. അപ്പോൾ അതെങ്ങനെയെന്ന് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മച്ചാമരെ, ഇതാണ് എൻ്റെ പാർട്സോടും കാര്യങ്ങളൊക്കെ. പിന്നെ വണ്ടിയുടെ ബാറ്ററിക്ക് വരികയാണെങ്കിൽ 6 വോൾട്ടിൻ്റെ 2 ബാറ്ററി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 12 വോൾട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബാക്കിലുള്ള 2 മോട്ടർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4x4 ആണ്. 4 മോട്ടർ വരുന്നുണ്ട് വണ്ടിക്ക്. ഉണ്ടാവും നല്ല അടിപൊളി ടോർക്ക് ഉണ്ടാവും. പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോൾട്ട്, പിന്നെ 4 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരിയറിൽ കൊടുക്കലാണ് ചാർജർ. പിന്നെ അതുപോലെ തന്നെ അലോയ് കൊടുത്തിട്ടുണ്ട്. മിററുണ്ട്. പിന്നെ സ്പെയർ വീലുണ്ട്. പിന്നെ സീറ്റ്, അതേപോലെ തന്നെ 4 ടയർ, 2 കാരിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ മറ്റേ സ്റ്റിക്കറാണ്. സ്റ്റിക്കർ പിന്നെ അഡീഷണൽ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. അപ്പോൾ മച്ചാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചത്. അപ്പോൾ മച്ചാൻ പറയാം, ഇതാണ് ഐറ്റം. എങ്ങനെയുണ്ട്? മാസ് ലുക്ക്, ഒരു ഭീകരത ലുക്കില്ലേ. ആ 2 കണ്ണും ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല അടിപൊളി ലുക്കാണ്. പിന്നെ JK909 കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമ്പസിൻ്റെ ഗ്രില്ല് പോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോഗ് ലൈറ്റ് ആയിട്ട് ഒരു കളർ LED കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭീകര ലുക്കിനെ തോന്നിയിട്ടുണ്ട്. ബോണറ്റ് പറയുകയാണെങ്കിൽ ഒരു LED റിഫ്ലക്ടർ കൊടുത്തിരിക്കുക. അത് ഓണാക്കുമ്പോൾ വണ്ടി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓണാക്കുമ്പോൾ കത്തുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതാണ് അപ്പോൾ ഫ്രണ്ടത്തെ ലുക്ക്. പ്ലാസ്റ്റിക്കിൻ്റെയും കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. പിന്നെ ഇനി ഈ മുകളിലത്തെ കാരിയറിൻ്റെ ലൈറ്റും ഓണാക്കും മാത്രമായിട്ടേ കത്തുള്ളൂ. ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ ലൈറ്റ് പോലെ തന്നെ ഓണാക്കും മാത്രമേ കത്തണുള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യാണ്ടോന്നും അറിയില്ല. അപ്പം അങ്ങനെ. പിന്നെ ടയർക്ക് നോക്കുകയാണെങ്കിൽ റബ്ബർ സ്ട്രാപ്പൊന്നും കൊടുത്തില്ല, പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ ഒരു അലോയ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്, സ്റ്റാർ പോലെ നന്നായിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡോറാണ്. ഡോറ് പൊന്തിക്കണതാണ്, സൈഡിൽ തുറക്കണമെന്നില്ല. അതിൻ്റെ ഒരു ലുക്കായിട്ടുണ്ട്. പിന്നെ ഒരു 4x4 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. ഇനി നമ്മുടെ ബാക്കിക്ക് വരികയാണെങ്കിൽ ബാക്ക് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ബാക്ക് ലൈറ്റ് ഒരു 5 LED കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 10 LED കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. പിന്നെ ഒരു ഹെൽപ്പർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെയർ വീൽ കൊടുത്തുമ്പോൾ നല്ല ഒരു മാസമുണ്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസൈൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയുള്ള ബാക്കത്തെ. പിന്നെ ഇനി സ്റ്റിയറിംഗ് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഹോണും മ്യൂസിക്കാണ് ഉള്ളത്. പിന്നെ സ്വിച്ചാണ്, ചാവിയും കാര്യങ്ങളൊന്നും കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വൈങ്ങിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വണ്ടി ആടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ടും ബാക്കും പോകാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പെഡൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ആക്സിലേറ്റർ. നല്ല ക്വാളിറ്റിയിലെ ആക്സിലേറ്റർ തന്നെയാണ്. പിന്നെ ടോർക്ക് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് തന്നെ ഉള്ളൂ. പിന്നെ സാധാ വരുന്ന പോലെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നത്. USB പോർട്ട് ഉണ്ട്, അതേപോലെ ചാർജിങ് ഇൻഡിക്കേഷൻ, ഓക്സ് കേബിൾ. പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ കൊടുത്തിട്ടില്ല, എന്താ കൊടുക്കാത്തെന്ന് അറിയില്ല. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ കൊടുക്കേണ്ടതായിരുന്നു. പല വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര എന്നാലും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട് 12 വോൾട്ടിൻ്റെ. പിന്നെ ഒരു അടിപൊളി റിമോട്ടാണ്, അടിപൊളി ലുക്കുണ്ട്. അപ്പോൾ റിമോട്ട് കൺട്രോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ സീറ്റ് കുഴപ്പമൊന്നും പ്ലാസ്റ്റിക്. പിന്നെ അടിപൊളി ലൈറ്റ്, LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിമോട്ട് കൺട്രോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തായാലും എങ്ങനെയുണ്ട് വണ്ടി ലുക്ക്? ഇതൊരു മാസ് ലുക്കായിട്ടില്ലേ. അപ്പോൾ അത് മേടിക്കാനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട്. പ്രൈസ് ഞാൻ ഇതിൽ അടിയിൽ മെൻഷൻ ചെയ്യാം. റിമോട്ട് കൺട്രോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും പിന്നെ ഒരു പാർക്കിങ്ങൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ടോർക്ക് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വണ്ടി ഇറങ്ങുന്നത് അത്രയും ടോർക്കാണ് വണ്ടിക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ട് ഐറ്റം? അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.